എല്ലാ പഞ്ചായത്തുകളിലെയും വികസന പ്രവർത്തനങ്ങളിലൂടെയുള്ള കേരള വിഷൻ ന്യൂസിന്റെ യാത്രയാണ് എൻ്റെ പഞ്ചായത്ത്. പഞ്ചായത്തുകളുടെ പ്രവർത്തനങ്ങളും പുരോഗതികളും പങ്കുവയ്ക്കാൻ പഞ്ചായത്ത് പ്രസിഡന്റുമാരും നമ്മളോടൊപ്പം ചേരും. തൃശൂർ ജില്ലയിലെ നടത്തറ, കൊണ്ടാഴി എന്നീ പഞ്ചായത്തുകളിലേക്കാണ് നമ്മൾ ഇന്ന് പോകുന്നത്. നടത്തറ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീവിദ്യ രാജേഷ്, കൊണ്ടാഴി പഞ്ചായത്ത് പ്രസിഡന്റ് കെ ശശിധരൻ മാസ്റ്റർ എന്നിവർ നമുക്കൊപ്പം ഇന്ന് ചേരുന്നു. എല്ലാവർക്കും എൻ്റെ പഞ്ചായത്തിലേക്ക് സ്വാഗതം. തൃശൂർ ജില്ലയുടെ മധ്യത്തിലായി സ്ഥിതി ചെയ്യുന്ന മണലിപ്പുഴയോട് ചേർന്ന് കിടക്കുന്ന ഒരു ഗ്രാമപഞ്ചായത്താണ് നടത്തറ ഗ്രാമപഞ്ചായത്ത്. അതേസമയം മലയോര മേഖലയിലും ഉള്ള ഒരു പങ്ക് ഈ ഗ്രാമത്തിന്റെ ഭാഗമായിട്ടുണ്ട്. നഗരത്തോടും ചേർന്ന് കിടക്കുന്ന അല്ലെങ്കിൽ നഗര സ്വഭാവവും കൂടി പ്രകടിപ്പിക്കുന്ന ഒരു പഞ്ചായത്താണ്. പഞ്ചായത്തിന്റെ വിശേഷങ്ങളുമായി നമ്മളോടൊപ്പം ഉള്ളത് നടത്തറ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീവിദ്യ രാജേഷാണ്. നമസ്കാരം ശ്രീവിദ്യ. നമസ്കാരം. ഈ പറഞ്ഞതുപോലെ തന്നെ ഭൂപ്രകൃതിയുടെ ഭാഗമായി നോക്കുമ്പോൾ വളരെ വൈവിധ്യമുള്ള ഒരു പഞ്ചായത്താണ്. എങ്ങനെയാണ് ഈ ഒരു 5 വർഷത്തെ പ്രവർത്തനങ്ങളെ നോക്കിക്കാണുന്നത്? നമസ്കാരം. ഞാൻ ശ്രീവിദ്യ രാജേഷ്, നടത്തറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്. നടത്തറ ഗ്രാമപഞ്ചായത്ത് നഗരത്തോടടുത്ത് സ്ഥിതി ചെയ്യുന്ന, മണലിപ്പുഴയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന, എന്നാൽ 3 വാർഡുകൾ മലയോര പ്രദേശത്തു കൂടി ഉൾക്കൊള്ളുന്ന 17 വാർഡുകൾ മാത്രമുള്ള ഒരു ചെറിയ പഞ്ചായത്താണ് നടത്തറ ഗ്രാമപഞ്ചായത്ത്. പ്രധാനമായും കൃഷിയും മൃഗസംരക്ഷണവും മുഖ്യ തൊഴിലായി സ്വീകരിക്കുന്ന ഇടത്തരം ജനവിഭാഗങ്ങൾ അധിവസിക്കുന്ന ഒരു പ്രദേശം. അതുകൊണ്ട് തന്നെ നമ്മുടെ വാർഷിക പദ്ധതികളിൽ കൃഷിയും മൃഗസംരക്ഷണവും അടങ്ങുന്ന ഉൽപാദന മേഖലയ്ക്കും ലൈഫ് ഭവന പദ്ധതികൾക്കും അതോടൊപ്പം റോഡ് ഉൾപ്പെടെയുള്ള പാശ്ചാത്തല മേഖലകൾക്കും പ്രധാന ഊന്നൽ നൽകി പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചു വരികയാണ്. അതേപോലെ തന്നെ സർക്കാരിന്റെ മുൻഗണനാ ലക്ഷ്യങ്ങളായ മാലിന്യമുക്ത നവകേരളവും അതിദാരിദ്ര്യ നിർമ്മാർജ്ജനവും സംരംഭക വർഷവും ഒക്കെ സാക്ഷാത്കരിക്കുന്നതിനുള്ള പദ്ധതികൾ ഗ്രാമപഞ്ചായത്ത് ഏറ്റെടുത്ത് നടപ്പിലാക്കുകയാണ്. വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ EN സീതാലക്ഷ്മിയുടെ നേതൃത്വത്തിലുള്ള അടിസ്ഥാന സൗകര്യ വികസന പ്രവർത്തനങ്ങളും ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PK അഭിലാഷിന്റെ നേതൃത്വത്തിലുള്ള ക്ഷേമ പ്രവർത്തനങ്ങളും ആരോഗ്യ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്ന ചെയർപേഴ്സൺ ജിയ ഗിഫ്റ്റൻ, അതോടൊപ്പം ഇതിനെല്ലാം വേണ്ട തനത് വരുമാനം ഉറപ്പുവരുത്തുന്ന ഗ്രാമപഞ്ചായത്തിന്റെ ബജറ്റിനെ നിയന്ത്രിക്കുന്ന ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കൂടിയായ ഗ്രാമപഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് PR രജിത്തിന്റെ നേതൃത്വത്തിലും മുഴുവൻ ജനപ്രതിനിധികളുടെയും സഹകരണത്തോടെ, ഇംപ്ലിമെന്റിംഗ് ഓഫീസർമാരുടെ സഹകരണത്തോടെ പദ്ധതികൾ ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് ഗ്രാമപഞ്ചായത്ത്. ശ്രീവിദ്യ സൂചിപ്പിച്ചതുപോലെ തന്നെ കാർഷിക രംഗത്തിനും മൃഗസംരക്ഷണത്തിനും പ്രാധാന്യം നൽകുന്ന അല്ലെങ്കിൽ അത് ഉപജീവനമാർഗമായി കരുതുന്ന ഒരു ഗ്രാമപഞ്ചായത്താണ്. അപ്പോൾ നെൽകൃഷിയോടൊപ്പം തന്നെ പാവൽ അല്ലെങ്കിൽ കൈപ്പയ്ക്ക കൃഷിക്ക് കൂടി പ്രാധാന്യം നൽകുന്ന ഒരു പഞ്ചായത്താണ്. കാർഷിക രംഗത്തേക്ക് വരുമ്പോൾ എങ്ങനെയാണ് ഈ ഒരു പാവൽ കൃഷി മുന്നോട്ട് കൊണ്ടുപോകുന്നത്? ജലസേചനം അടക്കമുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് നടത്തിക്കൊണ്ടുപോകുന്നത്? കൃഷി മൃഗസംരക്ഷണം അടങ്ങുന്ന ഉൽപാദന മേഖലയ്ക്ക് വലിയ പ്രാധാന്യം നൽകിയാണ് പദ്ധതികൾ ഏറ്റെടുത്ത് മുന്നോട്ട് പോകുന്നത്. കഴിഞ്ഞ 5 വർഷങ്ങളിലായി ഏകദേശം 6 കോടി രൂപയുടെ പദ്ധതികൾ ഈ മേഖലയിൽ നമുക്ക് ഏറ്റെടുത്ത് നടപ്പാക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. തരിച്ചു കിടന്ന നമ്മുടെ പാടശേഖരങ്ങൾ കൃഷിക്ക് അനുയോജ്യമാക്കി 3 ടൈം കൃഷിക്ക് ഉപയുക്തമാക്കാനായിട്ട് നമുക്ക് സാധിച്ചു. ഉൽപാദനത്തിന്റെ കാര്യത്തിൽ മാത്രമല്ല, വിള വിസ്തൃതിയുടെ കാര്യത്തിലും ഇരട്ടിയിലധികം വർധനവ് നമുക്ക് ഉറപ്പുവരുത്താനായിട്ട് സാധിച്ചു. നെല്ല്, വാഴ, തെങ്ങ്, ജാതി, പച്ചക്കറി, മറ്റു ഇടവിളകൾ, ഗ്രോ ബാഗ് അടക്കമുള്ള കൃഷിക്ക് നമ്മൾ വേണ്ട സഹായങ്ങളും സബ്സിഡികളും നൽകി വരികയാണ്. അതോടൊപ്പം മലയോര വാർഡ് പ്രദേശങ്ങളിൽ പാവല് ഒരു മുഖ്യ കൃഷിയായിട്ട് കൃഷി ചെയ്തു വരികയാണ്. അവിടെ ജലസേചനത്തിനുള്ള സൗകര്യങ്ങളുടെ ഒരു പരിമിതി ഉള്ളത് കൊണ്ടാണ് പാവല് നമ്മുടെ നടത്തറ ഗ്രാമപഞ്ചായത്തിലാണ് ഓണം വിപണിയിൽ ഏറ്റവും കൂടുതൽ സംസ്ഥാനത്തുള്ള പാവലിന്റെ ഒരു വിതരണം നടക്കുന്നത് നടത്തറ ഗ്രാമപഞ്ചായത്തുകളിൽ. അതിനെ പ്രധാനമായിട്ടും അതിനെ നിയന്ത്രിക്കുന്നത് നടത്തറ കുടുംബശ്രീയുടെ JLG പ്രവർത്തകരാണ്. അതേപോലെ തന്നെ മൃഗസംരക്ഷണ മേഖലയിൽ ക്ഷീരസാഗരം, കറവ പശുക്കളുടെ വിതരണം എന്നീ പ്രൊജക്ടുകൾ വഴി നമുക്ക് ക്ഷീരോത്പാദന രംഗത്തും കന്നുകാലി സമ്പത്തിന്റെ കാര്യത്തിലും ക്ഷീര ഉൽപാദനത്തിന്റെ കാര്യത്തിലും വലിയ വർധനവ് ഉറപ്പുവരുത്താനായിട്ട് നമുക്ക് സാധിച്ചിട്ടുണ്ട്. കന്നുകുട്ടി പരിപാലനം അടക്കം, പെണ്ണാടുകളുടെ വിതരണം അടക്കം, പാലിന് സബ്സിഡി അടക്കമുള്ള നിരവധിയായ ഫലപ്രദമായ പദ്ധതികൾ നമുക്ക് ഏറ്റെടുത്ത് നടപ്പാക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്.
ശരി. അടിസ്ഥാന സൗകര്യ വികസനത്തെക്കുറിച്ച് പറയുമ്പോൾ ലൈഫ് ഭവന പദ്ധതി അല്ലെങ്കിൽ ഭവന നിർമ്മാണ പദ്ധതിയുടെ ഭാഗമായി ഇതുവരെ 174ഓളം വീടുകൾ പൂർത്തിയാക്കാൻ സാധിച്ചിട്ടുണ്ട്. ഏതാണ്ട് 80% പേർക്ക് അർഹരായവർക്ക് വീട് നൽകാൻ സാധിച്ചിട്ടുണ്ടെന്നത് പഞ്ചായത്തിന്റെ നേട്ടം തന്നെയാണ്. ഈ ഒരു ഭവന നിർമ്മാണ പദ്ധതി ഇത്തരത്തിൽ പൂർത്തിയാക്കുന്നതിൽ നേരിട്ട പ്രധാന പ്രതിസന്ധി എന്തായിരുന്നു? സമ്പൂർണ്ണ ലൈഫ് ഭവനങ്ങളുടെ ഒരു പൂർത്തീകരണം ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഗ്രാമപഞ്ചായത്ത് പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ച് മുന്നോട്ട് പോകുന്നത്. നമുക്കിപ്പോ നിലവിൽ 174ഓളം ഭവനങ്ങള് ഭൂമിയുള്ള ആളുകൾക്ക് വീട് ഒരുക്കി കൊടുക്കുന്നതിന് വേണ്ടി നമുക്ക് സാധിച്ചിട്ടുണ്ട്. ശേഷിക്കുന്ന പേർക്ക് കൂടി ഈ ഒരു വരുന്ന സാമ്പത്തിക വർഷത്തിൽ തന്നെ വീട് ഉറപ്പാക്കാനായിട്ട് നമുക്കുള്ള പദ്ധതി, അതിന് വേണ്ട പദ്ധതികൾ കൂടി നമ്മൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. നമ്മുടെ ലൈഫ് ഭവന പദ്ധതികളുടെ പൂർത്തീകരണത്തില് നമ്മുടെ മുൻപിലുള്ള ഒരു പ്രതിസന്ധി എന്ന് പറഞ്ഞാൽ ഭൂമിയില്ലാത്ത ഗുണഭോക്താക്കളെ സംബന്ധിച്ചാണ്. ഭൂമിയില്ലാത്ത ഗുണഭോക്താക്കൾക്ക് ഭൂമി വാങ്ങി അവർക്ക് ഫ്ലാറ്റുകൾ പണിയുന്നതിന് വേണ്ട പദ്ധതി തുക നമ്മൾ ഇപ്പോൾ മാറ്റിവെച്ചിട്ടുണ്ട്. അതിനുവേണ്ട പ്രവർത്തനങ്ങൾ ആയിട്ട് ഗ്രാമപഞ്ചായത്ത് മുന്നോട്ട് പോവുകയാണ് ചെയ്യുന്നത്. അടിസ്ഥാന സൗകര്യ വികസനത്തോടൊപ്പം തന്നെ ആരോഗ്യരംഗത്ത് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ലാബ് സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ക്യാൻസർ അവബോധത്തിന്റെ രംഗത്ത് ക്യാൻസറിനെ കുറിച്ച് കൃത്യമായ ഒരു അവബോധം സൃഷ്ടിക്കാൻ നിരന്തരം ക്യാമ്പുകൾ നടത്തുകയും അതിന്റെ തുടർച്ച ഫോളോ അപ്പ് എടുത്തുകൊണ്ട് അവർക്ക് ചികിത്സ ഉറപ്പാക്കുന്നതുമുള്ള പ്രവർത്തനങ്ങളിൽ പഞ്ചായത്ത് ഏർപ്പെടുന്നുണ്ട്. ഇത്തരത്തിൽ കൃത്യമായി ഈ ഒരു ക്യാൻസർ രോഗത്തിനെതിരെ മറ്റ് പ്രതിരോധം സ്വീകരിക്കുന്ന അടക്കമുള്ള കാര്യങ്ങളിൽ പഞ്ചായത്ത് എങ്ങനെയാണ് കാര്യക്ഷമമായി ഇടപെടുന്നത് ആരോഗ്യരംഗത്ത്? പശ്ചാത്തല സൗകര്യങ്ങളുടെ വികസനത്തിൽ മാത്രമല്ല, നമ്മൾക്ക് ആരോഗ്യമുള്ളൊരു സമൂഹം ഉണ്ടാകണം എന്നുള്ള ഒരു ലക്ഷ്യവുമായിട്ടാണ് ഗ്രാമപഞ്ചായത്ത് പദ്ധതികൾ ഏർപ്പെടുത്തി മുന്നോട്ട് പോകുന്നത്. നമുക്ക് വളരെ വർഷങ്ങൾക്ക് മുൻപേ തന്നെ പഞ്ചായത്തിലെ 3 ഡോക്ടേഴ്സിന്റെ സേവനം ഉറപ്പുവരുത്താനായിട്ട് നമുക്ക് സാധിച്ചിട്ടുണ്ട്. സാധാരണ OP വർഷങ്ങൾക്ക് മുൻപേ തന്നെ നമുക്ക് ആരംഭിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ മിതമായ നിരക്കില് നമ്മുടെ ഫാമിലി ഹെൽത്ത് സെന്ററുകളിൽ ലാബ് സൗകര്യം നമ്മൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ പാലിയേറ്റീവ് നഴ്സിന്റെ സേവനം, അവർക്ക് ആവശ്യമായ വാഹന സൗകര്യം അടക്കം മാസം തോറും ഗൃഹസന്ദർശനം നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള സൗകര്യം നമ്മൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. നമ്മുടെ സബ് സെന്ററുകളൊക്കെ നല്ല രീതിയിൽ പ്രവർത്തിക്കുകയാണ്. അതോടൊപ്പം മാസം തോറും കോവിഡിന് ശേഷമൊക്കെ നമ്മുടെ വയോജനങ്ങൾക്ക് മാസം തോറും ബ്ലോക്ക് പഞ്ചായത്തിന്റെ സഹകരണത്തോടു കൂടി വയോമിത്രം എന്ന പദ്ധതി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വയോജനങ്ങൾക്ക് ഡോക്ടറുടെ സേവനവും മരുന്നിന്റെ ലഭ്യതയും എല്ലാ മാസവും അതത് വാർഡ് പ്രദേശത്തേക്ക് എത്തിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. ഡയാലിസിസ് രോഗികൾക്ക് ധനസഹായം നമുക്ക് ഏർപ്പെടുത്താനായിട്ട് സാധിച്ചിട്ടുണ്ട്. പാലിയേറ്റീവ് രംഗത്ത് ഗൃഹസന്ദർശനം നടത്തി അവർക്ക് ആവശ്യമായ സാന്ത്വന പരിചരണം നമുക്ക് നൽകാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ തൃശ്ശൂരിന്റെ ഭാഗമായി എല്ലാ വർഷവും മെഡിക്കൽ ക്യാമ്പുകൾ നടത്തി ക്യാൻസർ രോഗം നേരത്തെ തന്നെ ഡിറ്റക്ട് ചെയ്യുന്നതിനും അതിന്റെ തുടർ ചികിത്സയ്ക്കും വേണ്ട സൗകര്യങ്ങൾ ഏർപ്പെടുത്തുന്നതിന് വേണ്ടി നമുക്ക് സാധിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ നിരവധിയായ ഹോസ്പിറ്റലുകളുടെ നേതൃത്വത്തിൽ ആംസ്റ്റർ മെഡിസിറ്റി പോലെയുള്ള സംവിധാനങ്ങളുടെ സഹായത്തോടു കൂടി വിവിധ ഐ ഹോസ്പിറ്റലുകളുടെ സഹായത്തോടു കൂടിയൊക്കെ മെഡിക്കൽ ക്യാമ്പുകൾ, സൗജന്യ മെഡിക്കൽ ക്യാമ്പുകൾ നടത്താനായിട്ട് നമുക്ക് സാധിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ നല്ല രീതിയിൽ ഹോമിയോ ഡിസ്പെൻസറിയും ആയുർവേദ ആശുപത്രിയും നിരവധിയായ പദ്ധതി പ്രവർത്തനങ്ങളിലൂടെ ജനങ്ങൾക്ക് സേവനങ്ങൾ നൽകിക്കൊണ്ട് മുന്നോട്ട് പോകുന്നു. ആരോഗ്യമുള്ള ഒരു ജനതയെ വാർത്തെടുക്കുന്നതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് മാലിന്യ നിർമ്മാർജ്ജനം എന്ന് പറയുന്നത്. മാലിന്യമുക്ത നവകേരളത്തിൻ്റെ പ്രവർത്തനങ്ങൾ മികച്ച രീതിയിൽ നടത്തി വരുന്ന ഒരു പഞ്ചായത്താണ്. അതിൻ്റെ ഭാഗമായി ബ്ലോക്ക് തലത്തിൽ വലിയ രീതിയിൽ മുന്നിട്ട് നിൽക്കുന്ന പഞ്ചായത്ത് തന്നെയാണ്. ഈ മാലിന്യ നിർമ്മാർജ്ജന രംഗത്ത് എങ്ങനെയാണ് കാര്യക്ഷമമായി പഞ്ചായത്ത് ഇടപെടുന്നത്? മാലിന്യ സംസ്കരണ രംഗത്ത് ഒരു മാലിന്യമുക്ത നടത്തറ എന്നുള്ള ഒരു ലക്ഷ്യവുമായിട്ടാണ് ഗ്രാമപഞ്ചായത്ത് മുന്നോട്ട് പോകുന്നത്. 28 പേരടങ്ങുന്ന ഹരിതകർമ്മസേനയുടെ പ്രവർത്തനങ്ങൾ വഴി നമ്മുടെ നാട്ടിലുള്ള അജൈവ മാലിന്യങ്ങളുടെ കൃത്യമായ ശേഖരണം നടത്തുകയാണ്. പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ 3 പ്രധാന MCFകൾ പ്രവർത്തിക്കുന്നുണ്ട്. വാർഡുകൾ തോറും മിനി MCFകൾ നമ്മൾ സ്ഥാപിച്ചിട്ടുണ്ട്. മാലിന്യ നീക്കത്തിന് MCFകളിൽ നിന്നും വീടുകളിൽ നിന്നുമുള്ള മാലിന്യ നീക്കത്തിന് ഒരു ഇലക്ട്രിക് ഓട്ടോയുടെ സേവനവും നമ്മൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതേപോലെ തന്നെ പ്രധാന നിരത്തുകളിൽ വേസ്റ്റ് ബിന്നുകള്, ബോട്ടിൽ ബൂത്തുകള്, നാപ്കിൻ ഡിസ്ട്രോയറുകള് പ്രധാനപ്പെട്ട ഓഫീസുകളില്, സ്ഥാപനങ്ങളില്,
CCTV ക്യാമറകൾ ഇതൊക്കെ സ്ഥാപിക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. പൊതുജനങ്ങൾക്ക് ജൈവ മാലിന്യങ്ങൾ സംസ്കരിക്കുന്നതിന് വേണ്ടി നമ്മുടെ എല്ലാ വീടുകളിലേക്കും ബയോ ബിന്നുകൾ വിതരണം ചെയ്യാനായിട്ട് നമുക്ക് സാധിച്ചിട്ടുണ്ട്. അത് എല്ലാ വർഷവും ഒരു തുടർ പദ്ധതിയായിട്ട് ബയോ ബിന്നുകളുടെ വിതരണം നമ്മൾ ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. അതേപോലെ തന്നെ നമ്മുടെ വിദ്യാലയങ്ങളിലെ ബയോഗ്യാസ് പ്ലാന്റുകള്, തുമ്പൂർമുഴി മോഡൽ പ്ലാന്റുകള്, അതേപോലെ തന്നെ നമ്മുടെ വിദ്യാലയങ്ങള്, നമ്മുടെ അംഗനവാടികള്, നമ്മുടെ കുടുംബശ്രീകള് ഒക്കെ ഹരിതമാക്കി മാറ്റിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോവുകയാണ്. വിദ്യാഭ്യാസ രംഗത്തേക്ക് പഞ്ചായത്തിന്റെ പങ്കിലേക്ക് വരികയാണെങ്കിൽ അംഗനവാടികൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ, സ്കൂളുകളും അംഗനവാടികളും സ്മാർട്ട് ക്ലാസ് റൂമുകളും സ്മാർട്ട് അംഗനവാടികളും ആക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ, അത് സംബന്ധിച്ച് പഞ്ചായത്ത് എത്രത്തോളം പങ്കുവഹിക്കുന്നുണ്ട്? നമ്മുടെ വിദ്യാലയങ്ങള് 2 ഗവൺമെന്റ് വിദ്യാലയങ്ങളും മികച്ച അടിസ്ഥാന സൗകര്യങ്ങളോടുകൂടി, മികച്ച സ്മാർട്ട് ക്ലാസ് റൂമുകളോടുകൂടി മികവിന്റെ ഒരു കേന്ദ്രമായിട്ട് മാറിയിരിക്കുകയാണ്. അതോടൊപ്പം നമ്മുടെ മൂർക്കനിക്കര ഗവൺമെന്റ് UP സ്കൂളും ആശാരിക്കാട് ഗവൺമെന്റ് UP സ്കൂളുമാണ് നമ്മുടെ പഞ്ചായത്തിന്റെ കീഴിലുള്ള 2 സർക്കാർ വിദ്യാലയങ്ങളില്. ഈ 2 വിദ്യാലയങ്ങളിലും നമുക്ക് 8 വർഷം മുൻപേ തന്നെ കുട്ടികൾക്ക്, അവിടെയുള്ള വരുന്ന കുട്ടികൾക്ക് മുഴുവൻ പ്രഭാത ഭക്ഷണം ഏർപ്പെടുത്താനായിട്ട് നമുക്ക് സാധിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ 2 വിദ്യാലയങ്ങളിലും പ്രീ പ്രൈമറി കുട്ടികളെ ആകർഷിക്കുന്നതിന് വേണ്ടി അവർക്ക് വേണ്ടിയുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഏർപ്പെടുത്തി കൊണ്ട് വർണ്ണ കൂടാരമടക്കമുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്താനായിട്ട് നമുക്ക് സാധിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ 2 വിദ്യാലയങ്ങളിലും നമ്മൾ ലൈബ്രറി പുസ്തകങ്ങള്, കായിക ഉപകരണങ്ങള്, ലാബ് ഉപകരണങ്ങള് എല്ലാ വർഷവും നമ്മുടെ ജനകീയാസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി നമുക്ക് നൽകാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ മൂർക്കനിക്കര ഗവൺമെന്റ് UP സ്കൂളിൽ ഓപ്പൺ സ്റ്റേജ്, നല്ല രീതിയിലുള്ള ഒരു ഓപ്പൺ സ്റ്റേജ് നമുക്കിപ്പോ സ്ഥാപിച്ചിട്ടുണ്ട്. ഈ വരുന്ന ഒരു സാമ്പത്തിക വർഷത്തില് നമുക്ക് സർക്കാരിന്റെ പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് നമുക്കൊരു കളിക്കളം നിർമ്മിക്കാനുള്ള പദ്ധതി കൂടി, 1 കോടി രൂപയുടെ ഒരു കളിക്കളത്തിന് കൂടി അനുമതി ലഭിച്ച് അതിന്റെ ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ച് പ്രവർത്തനങ്ങളിലേക്ക് കടക്കുകയാണ്. അതേപോലെ തന്നെ നമ്മുടെ അംഗനവാടി പ്രവർത്തനങ്ങളിൽ നമുക്ക് ഒരു അംഗനവാടി കൂടി പണി പൂർത്തീകരിക്കുമ്പോൾ, ഇപ്പൊ നിർമ്മാണത്തിന്റെ ഘട്ടത്തിൽ എത്തി നിൽക്കുന്ന, ടെൻഡർ നടപടികളൊക്കെ കഴിഞ്ഞ് നിർമ്മാണത്തിന്റെ ഘട്ടത്തിൽ എത്തി നിൽക്കുന്ന ഒരു അംഗനവാടി കൂടി പൂർത്തീകരിക്കുന്നതോടുകൂടി കെട്ടിടമുള്ള മുഴുവൻ അംഗനവാടികൾക്കും കെട്ടിടം ഉറപ്പാക്കുന്ന ഒരു പഞ്ചായത്തായി നമ്മൾ മാറുകയാണ്. നമ്മുടെ അംഗനവാടികൾക്ക് വേണ്ടിയിട്ടുള്ള കളി ഉപകരണങ്ങള്, അതുപോലെ തന്നെ കളിക്കളങ്ങള്, മികച്ച അടിസ്ഥാന സൗകര്യങ്ങള് എല്ലാം ഏർപ്പെടുത്താനായിട്ട് നമുക്ക് എല്ലാ വർഷവും സാധിച്ചിട്ടുണ്ട്. ഏകദേശം 3 കോടിയോളം രൂപ ഈ ഒരു ഭരണസമിതിയുടെ കാലഘട്ടത്തിൽ തന്നെ ഈ ICDS രംഗത്ത് നമ്മൾ വിവിധങ്ങളായ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി നമ്മൾ ഏർപ്പെടുത്തുകയാണ്. അതേപോലെ തന്നെ നമ്മുടെ ആഴ്ചയിൽ 2 ദിവസം പാല്, 2 ദിവസം മുട്ട ഒക്കെ സർക്കാരിന്റെ നേതൃത്വത്തിൽ അവിടെ ലഭ്യമാക്കുമ്പോൾ, അനുപൂരക പോഷകാഹാരത്തിന്റെ കാര്യത്തില് ബാക്കിയുള്ള 2 ദിവസവും നമ്മൾ ബ്ലോക്ക് പഞ്ചായത്തിന്റെ കൂടി നേതൃത്വത്തില്, അവരുടെ കൂടി ഒരു സംയുക്ത ആഭിമുഖ്യത്തോടു കൂടി നമ്മൾ ഡ്രൈ ഫ്രൂട്ട്സുകൾ നമ്മൾ അംഗൻവാടി കുട്ടികൾക്ക് നൽകുകയാണ്. അങ്ങനെ സമ്പൂർണ്ണ പോഷക ആഹാരം ഉറപ്പുവരുത്തി ആരോഗ്യമുള്ള ഒരു പുതിയ തലമുറയെ നമ്മൾ കൊണ്ടുപോകുന്നതിനുള്ള നിരവധിയായ പ്രവർത്തനങ്ങൾ ICDS രംഗത്ത് നമ്മൾ ഏർപ്പെടുത്തിക്കൊണ്ട് ഗ്രാമപഞ്ചായത്ത് മുന്നോട്ട് പോവുകയാണ്. ശ്രീവിദ്യ, എന്തായാലും ഈ പറഞ്ഞ മേഖലകളിലെല്ലാം തന്നെ മികച്ച രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്താൻ നടത്തറ പഞ്ചായത്തിന് സാധിച്ചിട്ടുണ്ട്. വരും വർഷങ്ങളിലേക്കായി ഇത്തരത്തിൽ ഇനി നടത്താനിരിക്കുന്ന പദ്ധതികൾ, ഭാവിയിലേക്കായി കരുതി വെച്ചിട്ടുള്ള അല്ലെങ്കിൽ ആസൂത്രണം ചെയ്തിട്ടുള്ള ആശയങ്ങൾ അവ എന്തെല്ലാമാണ്? ഭാവിയിലേക്കുള്ള പ്രവർത്തനങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മുടെ മുൻപിലുള്ള ലൈഫ് ഭവനങ്ങൾ, ഭൂമിയില്ലാത്ത ലൈഫ് ഭവന പദ്ധതിയിൽ ഉൾപ്പെടുത്തിയ ആളുകൾക്ക് മുഴുവൻ ഫ്ളാറ്റുകൾ ഒരുക്കി കൊടുത്തുകൊണ്ട് വീട് സുരക്ഷിതമായ ഒരു ഭവനം ഉറപ്പുവരുത്തുക എന്നുള്ള ലക്ഷ്യം ഗ്രാമപഞ്ചായത്തിന്റെ ഉണ്ട്. അതോടൊപ്പം തന്നെ പുത്തൂർ സുവോളജിക്കൽ പാർക്കിന്റെ ഒക്കെ ഒരു വരവോടുകൂടി ടൂറിസം രംഗത്ത് ഗ്രാമപഞ്ചായത്തിന് ഒരു പുതിയതായിട്ട് ടൂറിസം രംഗത്തേക്ക് കൂടി കടക്കണമെന്ന് ആഗ്രഹമുണ്ട്. കൈനൂർ ചിറയുടെ സാധ്യതകൾ മുൻനിർത്തിക്കൊണ്ട്, മണലിപ്പുഴയുടെ സാധ്യതകൾ മുൻനിർത്തിക്കൊണ്ട് ഒരു ടൂറിസം രംഗത്തേക്ക് കൂടി കടക്കണമെന്ന് ആലോചിക്കുന്നുണ്ട്. അതേപോലെ തന്നെ സുകുമാർ അഴീക്കോട് സ്മാരകം, അതിന്റെ ഡിജിറ്റൽ ലൈബ്രറി അടക്കമുള്ള സാധ്യതകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഒരു ടൂറിസത്തിന്റെ ഒരു സാധ്യതകൾ കൂടി കടക്കണമെന്നാണ് ഗ്രാമപഞ്ചായത്ത് ലക്ഷ്യമിട്ടുകൊണ്ട് പ്രവർത്തനങ്ങൾ ആയിട്ട് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നത്. നന്ദി.
ശ്രീവിദ്യ. നടത്തറ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീവിദ്യ രാജേഷാണ് പഞ്ചായത്തിനെ കുറിച്ചുള്ള വിശേഷങ്ങൾ പങ്കുവച്ചത്.